ഹായ് ആൻഡ് വെൽക്കം ടു ജെയിലൻ PSC. സോ ഇന്ന് നമുക്ക് IT-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. അതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എക്സാംസിനൊക്കെ മിക്കവാറും ഈ ഡിവൈസ് ഒക്കെ മാറിപ്പോറുണ്ട്. ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ് വേ, റിപ്പീറ്റർ, ഇതൊക്കെ എന്താണെന്നുള്ളത് കൺഫ്യൂസിങ് ആണ്. നമുക്കിന്ന് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് NIC, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, പിന്നെ ബ്രിഡ്ജ്, ഗേറ്റ് വേ. ഇത് കൂടാതെ നമ്മൾ റിപ്പീറ്ററും കൂടി നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ആദ്യം വരുന്ന NIC ആണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. സോ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മുടെ ഡിവൈസസിനെ, കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഹാർഡ്വെയർസ് ആണ് NIC എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് അതാ, കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനുള്ള ഹാർഡ്വെയർ ഡിവൈസസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതിനുശേഷം വരുന്നത് ഹബ്ബാണ്. അപ്പോൾ ഹബ്ബ് എന്ന് പറയുന്നത് രണ്ട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ്, നെറ്റ്വർക്കിലുള്ള ഈ ഡിവൈസിനെ എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഹബ്ബ് സിമ്പിളായിട്ട് ഇവ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, വേറൊരു കമ്പ്യൂട്ടറും വരുന്നു, ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹബ്ബിലൂടെ ആയിരിക്കും. അതിനുശേഷം വരുന്നതാണ് സ്വിച്ച്. സ്വിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഹബ്ബ് തന്നെയാണ്, സെയിം എല്ലാ ഫങ്ഷൻസും ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പം നമുക്ക് ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിൽ ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ ചെയ്യാമെന്ന് വെച്ചോ, ഇത് B, ഇത് C. അപ്പം എക്ക് ബിയിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ പാക്കറ്റ്സ് അയക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഹബ്ബിലാവുമ്പം എന്ത് ചെയ്യും, A ബിയിലേക്കും സിയിലേക്കും രണ്ടിലേക്കും ഡാറ്റ പാക്കറ്റ്സ് അയക്കും. അതിൽ സ്വീകരിക്കേണ്ടത് ഏതാണ്, ഇപ്പോൾ ബിക്കാണ് വേണ്ടതെങ്കിൽ B അത് സ്വീകരിക്കും, C അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഹബ്ബിൽ നടക്കുന്നത്. പക്ഷെ സ്വിച്ച് കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും. സ്വിച്ചിന് ഡെസ്റ്റിനേഷൻസ് അഡ്രസ്സ് കറക്റ്റായിട്ട് അറിയും. ഇപ്പോൾ ബിയിലേക്കാണെങ്കിൽ അങ്ങനെ ബിയിലേക്ക് മാത്രമേ അയക്കുള്ളൂ, സിയിലേക്ക് അയക്കത്തില്ല. അപ്പോൾ അവിടെ ട്രാഫിക് കുറയും. ഇപ്പോൾ ഒരുപാട് ഡാറ്റ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പം സിഗ്നൽ സ്ട്രെങ്ത് കുറയും, അല്ലെങ്കിൽ സിഗ്നൽ വീക്കാവും, ആ ഒരു ക്രൗഡാവും. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് സ്വിച്ചിന് സാധിക്കും. സ്വിച്ച് കുറച്ചുകൂടി ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. നമ്മൾ സ്വിച്ച് വരെ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന, ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ റൂട്ടർ വരുന്നത് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാനാണ്. അതായത് ഇതുപോലെ വേറൊരു നെറ്റ്വർക്കും കാണും. ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് റൂട്ടർ യൂസ് ചെയ്തായിരിക്കും. അവിടെ ഒരേ ടൈപ്പിലുള്ള നെറ്റ്വർക്ക്സ് ആയിരിക്കും, ഒരേ പ്രോട്ടോക്കോൾ ആയിരിക്കും രണ്ട് നെറ്റ്വർക്ക്സും ഫോളോ ചെയ്യുന്നത്. അടുത്തത് ഗേറ്റ് വേ. ഗേറ്റ് വേ എന്ന് പറയുന്നത് സിമിലർ ആണ്, റൂട്ടറിനെ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക്സ് സിമിലർ ആവണമെന്നില്ല, ഡിഫറൻസ് ഉണ്ടാവാം. ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യുന്നതായിരിക്കാം. അതാണ് ഗേറ്റ് വേയിൽ വരുന്നത്. ഗേറ്റ് വേ ഈ പ്രോട്ടോക്കോൾസിനെ കൺവേർട്ട് ചെയ്യും. ഒരു പ്രോട്ടോക്കോളിനെ മറ്റൊരു പ്രോട്ടോക്കോളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. സോ ലാസ്റ്റ് വരുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്ന ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന ലാൻസ് അല്ലെങ്കിൽ ഹബ്ബുകൾ, ഇവയെല്ലാം കണക്ട് ചെയ്യും. അതായത് ഒരു ലാൻഡ് തന്നെ രണ്ട് പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡാറ്റ അയക്കണമെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിലേക്ക് കൊടുക്കുക. ബ്രിഡ്ജിൻ്റെ ഏത് പാർട്ടിലേക്കാണ്, ഈ ഒരു നമ്മുടെ നെറ്റ്വർക്കിലെ ഏത് പാർട്ടിലേക്കാണ് ഈ ഡാറ്റ പാക്കറ്റ് പോകേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഏരിയയിലേക്ക് മാത്രം അയക്കാം. അപ്പോൾ ട്രാഫിക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് വരുന്നതാണ് റിപ്പീറ്റർ. റിപ്പീറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്? റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നൽസ് ഒരു ലോങ് റണ്ണിൽ, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് അയക്കുമ്പം അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറയാൻ ചാൻസ് ഉണ്ട്. അത് നോയ്സ് കാരണമാകും, അറ്റന്വേഷൻ ഒക്കെ കാരണം ഈ സിഗ്നൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ കുറയും. അപ്പോൾ അങ്ങനെ കുറയുന്ന സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് വീണ്ടും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ആ സിഗ്നൽ സ്ട്രെങ്ത് കൂട്ടി ആംപ്ലിഫൈ ചെയ്ത് അയക്കുന്നതാണ് റിപ്പീറ്ററിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇതും വയർഡ്, വയർലെസ് എല്ലാം ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് നെറ്റ്വർക്ക് ഡിവൈസ്. നമുക്ക് ഓരോന്നിൻ്റെയും ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സും കൂടി നോക്കാം. സോ ഫസ്റ്റ് വരുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലേക്ക് കണക്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഇടയിലുള്ള ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഡാറ്റയെ സജ്ജമാക്കാൻ, അയക്കുവാൻ, അതായത് ട്രാൻസ്മിറ്റ്, റിസീവ്, ആംപ്ലിഫൈ ആൻഡ് റൂട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ്.
ഡാറ്റയെ പാക്കറ്റ്സ് ആക്കി ഘടകങ്ങളാക്കി മാറ്റുന്നു. കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന്റെ പ്രോട്ടോകോളിലേക്ക് പരിവർത്തനപ്പെടുത്തി അഡ്രസ് റെക്കഗ്നിഷൻ കേപ്പബിലിറ്റി നൽകുന്നു. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രോട്ടോകോൾ എന്താണോ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന്റെ പ്രോട്ടോകോളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അഡ്രസ് റെക്കഗ്നിഷൻ കേപ്പബിലിറ്റി നൽകുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ ഫംഗ്ഷനാണ്. അടുത്തത് ഹബ്ബ്. ഒരു വയേർഡ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ മറ്റ് ഡിവൈസസിനെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹബ്ബ്. ഹബ്ബിലെ പോർട്ട് വഴിയാണ്, അതായത് ഈ പോർട്സിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. കേബിൾ ഉപയോഗിച്ചാണ് ഇവ കണക്ട് ചെയ്യുന്നത്. ഡാറ്റ പാക്കറ്റ്സ് നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഓരോ കമ്പ്യൂട്ടറുകളും അവരവരുടെ ഡാറ്റ പാക്കറ്റ്സ് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹബിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ പാക്കറ്റ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിലേക്കും അയക്കും. അതിൽ ഏത് ഡിവൈസിനാണോ അത് വേണ്ടത് അവർ മാത്രം അത് സ്വീകരിക്കും, ബാക്കിയെല്ലാം അത് തിരസ്കരിക്കും. പക്ഷേ ഇങ്ങനെ എല്ലാത്തിലേക്കും അയക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ്വർക്കിൽ ഹൈ ട്രാഫിക് ആയിരിക്കും. ഇത് നെറ്റ്വർക്കിന്റെ ട്രാഫിക് കൂട്ടുന്നു, ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുന്നു. ഹബ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോൺസെൻട്രേറ്റർ. കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്നത് ഹബ്ബാണ്. കാരണം നമ്മൾ ഡാറ്റ പാക്കറ്റ്സ് അയക്കുന്ന മാത്രമല്ല റിസീവ് ചെയ്യുന്നതും ഹബ്ബ് തന്നെ ആയിരിക്കും. അപ്പം എല്ലാ ഡിവൈസസിലെയും ഡാറ്റ പാക്കറ്റ്സ് റിസീവ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റിംഗ് പോയിന്റ് ആയിട്ടാണ് ഹബ്ബ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഹബ്ബ് കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്നത്. അടുത്തത് സ്വിച്ച്. ഇന്റലിജന്റ് ഹബ്ബ് എന്നറിയപ്പെടുന്നതാണ് സ്വിച്ച്. സ്വിച്ചിന്റെ ഫംഗ്ഷനും ഹബിന്റെ ഫംഗ്ഷനും സെയിം ആണ്. പക്ഷേ ഇന്റലിജന്റ് ഹബ്ബ് എന്നറിയപ്പെടുന്നത് സ്വിച്ച് ആണ്. കുറച്ചുകൂടി ഡെസ്റ്റിനേഷൻ പോയിന്റിൽ കറക്റ്റ് പ്രിസൈസ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നത് സ്വിച്ച് വഴിയാണ്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നെറ്റ്വർക്ക് രൂപീകരിക്കാൻ ശേഷിയുള്ള ഇന്റലിജന്റ് ഉപകരണമാണ് സ്വിച്ച്. ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്തുന്നു. ഡാറ്റ പാക്കറ്റ്സ് ഉദ്ദേശ സ്ഥാനത്തേക്ക് മാത്രം അയക്കുന്നു. ഡാറ്റ പാക്കറ്റ്സ് എല്ലാത്തിലേക്കും അയക്കാണ്ട് ഡെസ്റ്റിനേഷനിലുള്ള ഏത് അഡ്രസ്സിലാണോ അയക്കേണ്ടത് അതിലേക്ക് മാത്രം അയക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇന്റലിജന്റ് ഹബ്ബ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ട്രാഫിക് കുറയ്ക്കുന്നു. അപ്പം ഹബിനേക്കാളും കുറച്ച് ട്രാഫിക്കേ സ്വിച്ചിലുണ്ടാവുള്ളൂ. സ്വിച്ച് നെറ്റ്വർക്ക് ട്രാഫിക് നല്ല രീതിയിൽ കുറയ്ക്കും. അടുത്തത് റിപ്പീറ്റർ. റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി വരുന്ന സിഗ്നലുകൾ ശക്തിപ്പെടുത്തുന്ന ഉപകരണം. അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ വരുന്ന സിഗ്നൽ അത് എന്തും ആയിക്കോട്ടെ, ഒപ്റ്റിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഏത് സിഗ്നൽ ആണെങ്കിലും ഇതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് സ്ട്രെങ്ത് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതിന് കാരണം നോയ്സ് ആണ്. അപ്പൊ നോയ്സ് കാരണം ഈ ഒരു സ്ട്രെങ്ത് കുറയും. അപ്പൊ ഈ സ്ട്രെങ്ത് കൂട്ടി അല്ലെങ്കിൽ സിഗ്നലുകൾ ശക്തിപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ. ഒരു മാധ്യമത്തിലൂടെ പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി കുറയാതെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഡാറ്റയ്ക്ക് നോയ്സ് കാരണം ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു ലിമിറ്റഡ് ഒരു ഡിസ്റ്റൻസ് വരെ അതിന് ശക്തി കുറയാണ്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സിഗ്നലുകൾ സ്വീകരിച്ച് ശക്തി കൂട്ടി അതിനെ ആംപ്ലിഫൈ ചെയ്യും. കറക്റ്റ് സ്ഥാനത്തേക്ക് വീണ്ടും അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഈ പറയുന്ന റിപ്പീറ്റേഴ്സിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അടുത്തത് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്താണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമ്മൾ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പല വിഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. പല പാർട്സ്, നെറ്റ്വർക്സിന്റെ പല പാർട്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ആണ് ബ്രിഡ്ജ്. ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ഒരു ഡാറ്റ പാക്കറ്റിനെ കറക്റ്റ് അതിന്റെ ഏത് ഏരിയയിലേക്കാണോ അയക്കേണ്ടത് അതിലേക്ക് മാത്രം, അതായത് നമ്മുടെ നെറ്റ്വർക്കിലെ ഏത് പോയിന്റിലേക്കാണ് ഈ ഡാറ്റ പാക്കറ്റ് പോകേണ്ടത് അത് നേരത്തെ കണ്ടുപിടിച്ച് ആ ഒരു ഏരിയയിലേക്കുള്ള നെറ്റ്വർക്കിലേക്ക്, ആ നെറ്റ്വർക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ബ്രിഡ്ജ് അയക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. അടുത്ത റൂട്ടർ. റൂട്ടർ എന്താ ചെയ്യുന്നത്? നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നു. എങ്ങനത്തെ നെറ്റ്വർക്കിനെ? സിമിലർ ആയിട്ടുള്ള, അതിന്റെ പ്രോട്ടോകോൾസ് സെയിം ആയിരിക്കും. ഒരു വിഭാഗത്തിൽപ്പെട്ടതും ഒരേ പ്രോട്ടോകോൾ, സെയിം പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നതുമായ നെറ്റ്വർക്കുകൾ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ. ബ്രിഡ്ജിന്റെ പ്രവർത്തന രീതികളോട് ഇവയ്ക്ക് സാമ്യം ഉണ്ടെങ്കിലും അവയേക്കാൾ കഴിവ് ഇതിനുണ്ട്. ബ്രിഡ്ജിന്റെ ഒരു രീതി, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ നെറ്റ്വർക്കിനുള്ളിൽ തന്നെ നിൽക്കുന്നത്, നെറ്റ്വർക്കിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. റൂട്ടർ വന്നിട്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിന് അവയേക്കാൾ കഴിവുണ്ട്. ഓക്കെ, ഉപകരണത്തിന്റെ നെറ്റ്വർക്ക് വിലാസം പരിശോധിക്കാനുള്ള കഴിവും അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും ഉചിതമായ പാതയിലൂടെ പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. അപ്പോൾ ഇത് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് അയക്കാനുള്ളൊരു കഴിവും നമ്മുടെ റൂട്ടറിനുണ്ട്. ഓക്കെ, അടുത്തത് ഗേറ്റ്വേ. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. വ്യത്യസ്ത നെറ്റ്വർക്ക്സ്, ഡിഫറെൻ്റ് ആയിരിക്കും നെറ്റ്വർക്ക്സ്, അതുപോലെ പ്രോട്ടോക്കോളും വ്യത്യസ്തമായിരിക്കും.
അപ്പം വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളിനെ മറ്റൊരു തരത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്നു. അതായത് നമ്മുടെ പ്രോട്ടോകോൾസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അപ്പം അതിനെ രണ്ടിനെയും ഒരേ പ്രോട്ടോക്കോളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും. ഒരു ശൃംഖലയിൽ നിന്നും ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പ്രവേശന കവാടമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അതായത് രണ്ട് നെറ്റ്വർക്ക്സ് കാണും. ഈ രണ്ട് നെറ്റ്വർക്ക്സിലെ ഒരു ഗേറ്റ് ആയിട്ടായിരിക്കും ഗേറ്റ് വേ നിൽക്കുന്നത്. അതായത് പ്രവേശന കവാടമായിട്ട് നിൽക്കും. ഇപ്പം നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന മാത്രമല്ല അതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ആയിട്ടാണ് ഗേറ്റ് വേ നിൽക്കുന്നത്. റൂട്ടറിന് സമാനമായ പ്രവർത്തന രീതിയാണ്. ഇപ്പം റൂട്ടറും ഗേറ്റ് വേ സെയിം ആണ്. ഹബും സ്വിച്ചും ഏകദേശം സെയിം ഫംഗ്ഷനാണ്. റൂട്ടറും ഗേറ്റ് വേയും സെയിം ആണ്. അതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് റൂട്ടറിനേക്കാളും ഗേറ്റ് വേ ആയിരിക്കും, ഹബിനേക്കാളും സ്വിച്ചും ആയിരിക്കും. ഇന്റലിജന്റ് ഡിവൈസ് ആണ് ഗേറ്റ് വേയും സ്വിച്ചും വരുന്നത്. ഉപകരണത്തിന്റെ ശൃംഖലയുടെയും വിലാസം പരിശോധിക്കുകയും അൽഗോരിതത്തിന്റെ സഹായത്താൽ ഉചിതമായ പാത സ്വീകരിച്ച് പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. നമ്മൾ ബ്രിഡ്ജിലെ പോലെ തന്നെ ഇവിടെ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും. ഒരു ഗേറ്റ് വേക്ക് ശൃംഖലയുടെ വിലാസ ഘടനകളെക്കുറിച്ച് ശരിയായ ധാരണ ഉള്ളതിനാൽ തടസ്സമില്ലാതെ തുടർച്ചയായ പാക്കറ്റുകളെ ശൃംഖലയിലെ നോഡുകൾക്കിടയിലൂടെ കൈമാറ്റം ചെയ്യാൻ കഴിയും. ഇപ്പം എക്സാക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളതിനെ പറ്റി ഗേറ്റ് വേക്ക് ഒരു ഐഡിയ ഉണ്ട്. എവിടെയാണ് ഏതാണ് ഡെസ്റ്റിനേഷൻ, ഓരോ കണക്ട് ചെയ്തിട്ടുണ്ട് ഡിവൈസിൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡാറ്റ ഫ്ലോ നടക്കും. അവിടെ ട്രാഫിക്കുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? അത് NIC ആണ്. അപ്പം ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. നമുക്കറിയാം പ്രോട്ടോകോൾ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ലെയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഏതൊക്കെ രണ്ട് ഡിവൈസസ് ഉണ്ട്. ഒന്ന് റൂട്ടറും ഉണ്ട്, പിന്നെ ഒന്ന് ഗേറ്റ് വേയും. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? കറക്റ്റ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? റൂട്ടർ സെയിം പ്രോട്ടോകോൾ ആയിരിക്കും, സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രോട്ടോകോളും സെയിം ആയിരിക്കും. വ്യത്യസ്ത പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഏതാണത്? ഗേറ്റ് വേ ആണ്. റൂട്ടറിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗേറ്റ് വേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഗേറ്റ് വേ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ് വേ ഇതിനൊക്കെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ക്ലാസ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളെടുത്ത ടോപ്പിക്സും അതുപോലെ തന്നെ മറ്റ് സിലബസിലുള്ള ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇത് ചോദിക്കാൻ സാധ്യതയുള്ള SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സിന് ശേഷം ആപ്പിൽ കയറുക, ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൂടാണ്ട് നമ്മുടെ മെറ്റീരിയൽസും PDF ഉം PT എല്ലാം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു.